ആൾക്കാരുടെ ഓരോ കുത്തുവാക്കുകളൊക്കെ നമുക്ക് വരും. എപ്പോഴും പഠിക്കുകയാണോ, എൻ്റെ അടുത്ത് ചോദിച്ചത് വീട്ടിനകത്ത് തന്നെ വെളിയിലൊന്നും ഇറങ്ങത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് കൊടുക്കാനുള്ള മറുപടി നമ്മളൊരു ജോലിയാണ്. പക്ഷെ എൻ്റെ വീട്ടിലെ സാഹചര്യം അതായിരുന്നു, അതായത് എൻ്റെ അച്ഛന് വയ്യ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ഇതിൽ ലക്ഷ്യത്തിലെത്തിയാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനുള്ളതുള്ളൂ. അസിസ്റ്റന്റ് സെക്രട്ടറി 23-ാമത്തെ വയസ്സിൽ ഒരു ബാങ്കിന്റെ തലപ്പത്തേക്ക് എത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട നൂറ. സഹകാരിയുടെ CSCB സക്സസ് സ്റ്റോറി സീരീസ് തുടരുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എടുത്തു പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്ന റിസൾട്ടും ഓൺലൈൻ ക്ലാസ്സിൽ വന്ന റിസൾട്ടൊക്കെ പലപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി 23-ാമത്തെ വയസ്സിൽ ഒരു ബാങ്കിൻ്റെ തലപ്പത്തേക്ക് എത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട നൂറ. ഇപ്പോൾ നിലവിലിപ്പോൾ ജോയിൻ ചെയ്തിട്ട് മോൾ 2 മാസമായില്ലേ? ജോലി കയറി 2 മാസമായി. നമുക്ക് ആ ഒരു പോസ്റ്റിൽ എസ്പെഷ്യലി ഒരുപാട് പേര്, നമ്മൾ ജൂനിയർ ക്ലർക്ക് ഒത്തിരി പേര് എഴുതും. പക്ഷേ ഇത് പലരും സെക്രട്ടറി പോസ്റ്റ് വരുമ്പോഴത്തേക്കും അങ്ങ് ഇത് കിട്ടില്ല അല്ലേ, ഒരു വേക്കൻസി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് വിടും. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കിലോട്ട് വന്നപ്പോഴത്തേക്ക് എന്തായിരുന്നു എൻ്റെ ഫീലിംഗ്? എന്തായിരുന്നു? ഞാൻ ആദ്യം ആലോചിച്ചത് എന്തുകൊണ്ടാണ് ഈ പലരും ഈ അസിസ്റ്റന്റ് സെക്രട്ടറി എഴുതാൻ മടിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു വേക്കൻസിയാണ് ജൂനിയർ ക്ലർക്കിനും ഉള്ളത്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെയാണ്. നമുക്കിരിക്കാനായിട്ട് ഒരേ ഒരു വേക്കൻസിയുടെ ആവശ്യം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ജൂനിയർ ക്ലർക്ക് പോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി എഴുതണം. എനിക്ക് കമ്പാരിറ്റീവ്ലി തോന്നിയത് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് എളുപ്പമെന്നാണ്. കാരണം ഞാൻ ആദ്യമേ വന്ന 2 എണ്ണവും അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. വെരി ഗുഡ്. അപ്പോൾ നൂറ സഹകാരിയിലേക്ക് വരുന്നത് ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ്. ഓൺലൈൻ ക്ലാസ്സിന് ആദ്യം കേരള ബാങ്ക് JSCയിലോട്ട് വന്നല്ലേ അവളെ? അത് രണ്ടും സപ്ലിമെന്ററി ലിസ്റ്റിലായി. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു, ഇനി ഒന്ന് എഴുതി നോക്കാം ഉള്ളൊരിത്. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ CSCBയുടെ പഠനം കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ നമ്മൾ തീരുമാനം എടുത്തതാണ് ആദ്യത്തെ ഒപ്പിടുന്നവരെ പഠിത്തം കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ഇപ്പോഴ് പഠിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എടോ, നമ്മളിപ്പോൾ നോർമലി എല്ലാ CSCBക്കാരും ചെയ്യുന്ന അബദ്ധമാണത്. എന്താണ്, ഒരു എണ്ണത്തിൽ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേരള ബാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം അഡ്വൈസ് ഒക്കെ വരാറായി എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ഒരുപാട് നിലവിലുള്ള ജോലി കളഞ്ഞിട്ട് അല്ലെങ്കിൽ പഠിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. നിലവിൽ നൂറ അല്ലെങ്കിൽ വിജയിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് എന്താണ്? അഡ്വൈസ് കിട്ടി, സ്വപ്ന ജോലിയിലെത്തി, എന്നിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് എന്താണ് ഇപ്പോഴത്തെ? അത് എനിക്കിപ്പോൾ പഠിക്കാൻ സമയം വളരെ കുറവാണ്. പക്ഷെ എന്നിരുന്നാലും അവിടെ നിന്ന് കുറച്ച് സമയം കിട്ടുന്നതും അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്തും ഞാൻ അവിടെ വെച്ചും സഹകാരിയുടെ നോട്ട്സുകൾ എടുത്ത് നോക്കാറുണ്ട്. ബുക്ക് എടുത്ത് പഠിക്കാനുള്ള ഒരു സമയം കിട്ടാത്തത് കൊണ്ട് ഓൺലൈൻ ക്ലാസ് ആണ്, അതിൻ്റെ PDF എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ വെച്ച് പഠിക്കാറുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് കൂടെ പറഞ്ഞിട്ട് അവർക്ക്, അതായത് നമുക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി കിട്ടിയതിന് ശേഷമുള്ള പരീക്ഷയുടെ ഔട്ട്പുട്ട്. അതിന് ശേഷമാണ് ഈ അസിസ്റ്റന്റ് സെക്രട്ടറി ലിസ്റ്റ് വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ചുകൂടെ പഠിച്ചതും. എന്നിട്ട് ഞാൻ നിർത്തിയിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം സ്പെഷ്യൽ ഗ്രേഡിന്റെ ഇതിൽ 25 ബാങ്കിന്റെ ലിസ്റ്റിലുണ്ട്. അതും വളരെ ഇതായിട്ട് സക്സസ് ആയിട്ട് കാണുന്നു. എഴുതിയ എല്ലാ ബാങ്കിലും നമുക്ക് ലിസ്റ്റിലേക്ക് വരാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ അതിനേക്കാൾ മെച്ചപ്പെട്ട അടുത്തുള്ള സൗകര്യമുള്ള ബാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഇതിൽ കയറി, പക്ഷെ അവിടെ നല്ലതാവണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എന്താണ് അവിടുത്തെ വർക്ക് എൻവയോൺമെന്റ് എന്നൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ നമുക്ക് അങ്ങനെ അത് വന്നിട്ട് വേറൊന്നിലോട്ട് മാറണമെന്നുണ്ടെങ്കിലോ പിന്നെ ഒന്ന് ചിന്തിക്കാനോ കൂടി നമുക്കിതിൽ പറ്റും. ലിസ്റ്റിൽ വന്നിട്ട് വരട്ടെ, വന്നതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി ബെറ്റർ ആയിട്ടുള്ളത് ചൂസ് ചെയ്യാം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ സഹകരണ ബാങ്കിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരിടത്ത് കിട്ടി അവിടെ തന്നെ നമുക്ക് ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പക്ക എൻവയോൺമെന്റ് നമുക്ക് കിട്ടുന്നത് പോയി ജോലി ചെയ്ത് 1 മാസം 2 മാസം കഴിയുമ്പോഴായിരിക്കും. അപ്പോഴത്തേക്കും പഠിത്തം നിർത്തിയാൽ നമ്മൾ കംപ്ലീറ്റ് ഔട്ടായി പോവുകയും ചെയ്യും. അതെ, 1 മാസത്തോളം പഠിക്കാതിരുന്നാൽ തന്നെ നമ്മൾ ഇത്രയും 1 വർഷത്തോളം കഷ്ടപ്പെട്ടത് ഫുൾ അങ്ങ് പോവുകയാണ്. പിന്നെ നമ്മൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക, നിർത്തരുത്, പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നൂറയ്ക്ക് പറയാനുള്ളത്. അതുപോലെ നമുക്കിപ്പോൾ എനിക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമാണ്. കാര്യം 23 വയസ്സുള്ളൊരു കുട്ടി ഒരു ബാങ്കിന് തലപ്പത്തേക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഒരു സെക്രട്ടറി പോസ്റ്റിലോട്ട് എത്താറായോ? അസിസ്റ്റന്റ് സെക്രട്ടറി എത്താറായി. 2 മാസത്തിനുള്ളിൽ എൻ്റെ സെക്രട്ടറി റിട്ടയർഡ് ആകും. അത് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഇൻ ചാർജിലോട്ട് മാറും എന്നുള്ളതാണ്. സഹകാരിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ ക്ലാസ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യിക്കാൻ വേണ്ടി സഹായിക്കുന്നതിൽ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും മികച്ച നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് മെൻറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ആരായിരുന്നു നൂറയുടെ മെൻറ്റർ? എന്താണ് ആ മെൻറ്റർഷിപ്പ് എക്സ്പീരിയൻസ്? ഞാൻ ആദ്യമായിട്ട് ഇതിൽ എക്സാം എഴുതി കയറിയതാണ്. പിന്നെ ആവേശം,
ആവേശത്തിൽ കയറിയപ്പോഴത്തേക്കാണ് ദീപ്തി മിസ്സിനെ എനിക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. മിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വീട്ടിലെ ഒരാളെ പോലെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഒരു മാർക്ക് കുറഞ്ഞാലും തന്നെ എന്തുകൊണ്ട് അത് കുറഞ്ഞു എന്ന് വിളിച്ച് ചോദിക്കും. എന്നിട്ട് ഇതെന്ത് പഠിക്കാത്തത്, ഞാൻ ഒരു പ്രാവശ്യം നല്ല ഡൗൺ ആയിരുന്നു. എനിക്ക് ആദ്യത്തെ ഇതിൽ വന്നിട്ട് റാങ്ക് ലിസ്റ്റ് താഴോട്ടായി, ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് പോയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഡൗൺ ആയിരുന്നു. അല്ലാതെ ഇതിന് മുന്നത്തെ ക്ലർക്കും ഒരു മാർക്കിനൊക്കെ പോയപ്പോഴത്തേക്ക് നല്ല ഡൗൺ ആയിരുന്നു. അപ്പോൾ ദീപ്തി മിസ്സിനെ വിളിക്കുമ്പോൾ പറയും, നീ ഇത്ര പ്രായത്തിൽ ഇവിടെ എത്തിയില്ലേ, ഇനി കുറച്ചും കൂടെ ഉള്ളൂ, പഠിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നല്ലതായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത് മിസ്സാണ്. മിസ്സിന് എത്ര ഒരു നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല മിസ്സിനോട്. ഓക്കെ, അപ്പോൾ ദീപ്തിയുടെ ബാച്ചിൽ നിന്നും ഇപ്പോൾ നിലവിൽ വന്ന ബാച്ചിൽ ഒത്തിരി പേര്, എല്ലാ ബാങ്കിലും ഒരാൾ ദീപ്തിയുടെ കുട്ടികളുണ്ട്, ഇപ്പോൾ വന്ന ബാങ്കുകളിലുണ്ട്. അപ്പോൾ വലിയൊരു കൺഗ്രാറ്റ്സ് അർഹിക്കുന്നു ദീപ്തിയും നമ്മുടെ എൻറ്റയർ ടീമും. അതിനോടൊപ്പം നൂറയുടെ ആ ഒരു CSCB ജേണി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് കുട്ടികൾക്ക് വിട്ടുപോകുന്ന 2-3 കാര്യങ്ങളിൽ നൂറ വലിയൊരു എക്സാമ്പിളാണ്. ഉദാഹരണം, നമുക്ക് ഒന്ന് ഇടയ്ക്ക് വെച്ച് നിർത്തി പോകുക എന്നുള്ള കാര്യം, പിന്നെ നമ്മൾ വലിയ പരീക്ഷകൾക്ക് വേണ്ടി എയിം ചെയ്യുക എന്നുള്ള കാര്യം, അതുപോലെ നമ്മൾ ജോലി കിട്ടിയാലും എത്തേണ്ടിടത്ത് നിന്ന് എത്തുന്നത് വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള 2-3 കാര്യങ്ങൾ നമ്മൾ എക്സാമ്പിളാണ്. മോളുടെ ആ ഒരു ലൈഫ് വെച്ചിട്ട് മോൾക്ക് എന്താണ് നമ്മുടെ CSCB ആസ്പിരൻസിന് കൊടുക്കാനുള്ള മെസ്സേജ്, ആ ഫൈനൽ മെസ്സേജ്? പഠിത്തം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. പിന്നെ നമ്മൾ നല്ല ലക്ഷ്യങ്ങൾ എപ്പോഴും വലുതായിരിക്കണം. അപ്പം നമ്മൾ ഓരോ പടിയായിട്ട് കയറി എത്താൻ പറ്റും. അപ്പം നമുക്ക് ഇനിയും ഇതിനകത്ത് വേറെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇതിലൂടെ വരുന്നുണ്ട്. KS കാർഡ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ എഴുതുക. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് ഒരിക്കലും ബ്രേക്ക് എടുക്കരുത്. നമ്മൾ ഒരു എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിരിക്കും. കാരണം നമ്മൾ പുതിയ ക്വസ്റ്റ്യൻസ് കാണും, അറിയാത്ത ക്വസ്റ്റ്യൻസ് കാണും. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും. പക്ഷേ നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ഒരേ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം റെസ്റ്റ് എടുക്കുക. അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക. അതായത് ഒട്ടും നിർത്തരുത്. പിന്നെ എല്ലാ ദിവസവും ഇംഗ്ലീഷ്, മാത്സ്, GK ഉള്ളത് പഠിക്കുക. അത് കമ്പൽസറിയാണ്. ഒരു PYQ നോക്കുക, അതും മസ്റ്റാണ്. പിന്നെ ആൾക്കാരുടെ ഓരോ കുത്തുവാക്കുകളൊക്കെ നമുക്ക് വരും. എപ്പോഴും പഠിക്കുകയാണോ, എൻ്റെ അടുത്ത് ചോദിച്ചത് വീട്ടിനകത്ത് തന്നെ വെളിയിലൊന്നും ഇറങ്ങത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് കൊടുക്കാനുള്ള മറുപടി നമ്മളൊരു ജോലിയാണ്. ജോലി വാങ്ങിച്ച് നിന്നതിന് ശേഷം അവരുടെ ആ കണ്ണിൽ വരുന്ന ഒരു അസൂയ, ആ അസൂയയാണ് നമുക്കുള്ളൊരു മോട്ടിവേഷൻ ആയിട്ടങ്ങ് എടുക്കുക. എല്ലാവരും ഇത് ഹൃദയത്തിലേക്ക് എടുക്കുക. നിങ്ങളുടെ വേദനകളെ നിങ്ങൾ ഹൃദയത്തിലേക്ക് എടുക്കുക. എല്ലാവർക്കും ഉള്ള ഓപ്പർച്യൂണിറ്റി CSCB ഉണ്ടല്ലോ. അതെ, എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ പകുതി, ബാക്കി സഹകാരി എപ്പോഴും കൂടെയുണ്ട്. അവരുടെ നോട്ട്സും മെന്റർഷിപ്പും സപ്പോർട്ടും എല്ലാം കൂടെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസ നൽകുകയാണ്. നൂറയോടൊപ്പം നന്ദി.